ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ ഒരേ ഒരു ഉപനിഷത്ത് മാത്രമാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് 10 ഉപനിഷത്തുകൾ പ്രധാനമായിട്ടുണ്ട്. ആ 10 ഉപനിഷത്തിൽ പല കഥകളിലൂടെ ബ്രഹ്മവിദ്യ പകർന്നു കൊടുക്കാനാണ് മഹർഷിമാർ ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള ഉപനിഷത്തുകളുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് വളരെ ചെറുതുമാണ്, വളരെ ലളിതമാണ്. അതിനകത്ത് ഒരുപാട് കഥകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഗുരു അത് മലയാളത്തിലേക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പരിഭാഷപ്പെടുത്തിയത്. തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. അപ്പോൾ മഹർഷി ഇവിടെ പറയുന്നത്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാഘൃത കസ്യ സിദ്ധനം. അപ്പോൾ ഇവിടെ ഈശ്വരൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ഈശൻ ജഗത്തിൽ എല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം. അപ്പോൾ നീ ഇവിടെ ചരിക്കേണ്ടത്, നീ ഇവിടെ സഞ്ചരിക്കേണ്ടത്, നീ ഇവിടെ ജീവിക്കേണ്ടുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണമെന്നാണ് പറയുന്നത്. സ്വാർത്ഥത ഇല്ലാതെ, മറ്റൊരാളുടെ പണം ആഗ്രഹിക്കാതെ, മറ്റൊരാളുടെ വസ്തു ആഗ്രഹിക്കാതെ നമ്മൾ അവനവന് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. പക്ഷെ ഇന്നതല്ല, എത്ര കിട്ടിയാലും മതി വരില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സ്വാർത്ഥത ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ. അതുകൊണ്ട് ഗുരു സൂചിപ്പിക്കുന്നു, ഒരു കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തേണ്ടതും ഗർഭാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ, ഈ അമ്മയുടെ മാനസികമായിട്ടുള്ള സംസ്കാരം, അമ്മയുടെ അറിവ് എല്ലാം ഈ കുഞ്ഞിലേക്ക് പകരുന്നത് ഗർഭാവസ്ഥയിലാണ്. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല സന്തോഷവതിയായിരിക്കുക, ഭർത്താവും മറ്റുള്ള ആളുകളൊന്നും ഇവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാതിരിക്കുക, ശാരീരികമായ ഉപദ്രവം ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഈ അമ്മ സ്വയമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക. വളരെ സന്തോഷവതിയായി, വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച്, നല്ല സംഗീതം കേട്ട്, നല്ല കഥകൾ കേട്ട്, മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ആ സമയത്ത് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആ രീതിയിൽ സംസ്കാര സമ്പന്നതയോടുകൂടി ജനിക്കും. അങ്ങനെ വരുമ്പോഴോ ഈ കുഞ്ഞിന് ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈശ്വരൻ ഇവിടെ എല്ലാ സ്ഥലത്തും ആവസിക്കുന്നത് കൊണ്ട്, നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാത്ത സ്ഥലമില്ല. ഓരോ മനുഷ്യനിലും, മൃഗങ്ങളിലും, പക്ഷികളിലും, എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണ് എന്നുള്ള അവബോധം സൃഷ്ടിക്കണമെങ്കിൽ ഗർഭാവസ്ഥ തുടങ്ങണം. എങ്കിൽ മാത്രമേ അതിന് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു സംസ്കാരമില്ലാത്തവനോട് ഇത് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല, അവൻ അംഗീകരിക്കില്ല. ഭൗതികവാദികളോട് നമ്മളിത് പറഞ്ഞാൽ അവരെപ്പോഴെങ്കിലും അംഗീകരിക്കുമോ? അവർക്ക് അക്രമത്തിലൂടെ സമത്വം, സാഹോദര്യം ഒക്കെ ഇവിടെ പറയുമ്പോഴും ഒരു സാഹോദര്യവുമില്ല, അക്രമത്തിലൂടെയുള്ള സാഹോദര്യമാണ്. എല്ലാം പിടിച്ചടക്കുക. അപ്പോൾ ഇവിടെ മഹർഷിയുടെ വഴി അതല്ല. വളരെ നിശബ്ദമായി ഈ അറിവ്, സംസ്കാരം പകർന്നു കൊടുത്ത് അങ്ങനെ ഉത്തമരായിട്ടുള്ള സമത്വസുന്ദരമായ ഒരു ലോകം. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മഹർഷി ഇവിടെ പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു കൃതിയാണിത്, ഈ ഈശാവാസ്യ ഉപനിഷത്ത്.
അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് ആ ചൈതന്യമാണ് എന്നുള്ള ബോധം ഒരു വ്യക്തിയിൽ ഉണരുമ്പോൾ തീർച്ചയായിട്ടും അവൻ പിന്നെ മറ്റുള്ളവൻ്റെ പണത്തിന് വേണ്ടി ആക്രാന്തം പിടിക്കില്ല. അവന് കിട്ടിയതുകൊണ്ട് അവൻ്റെ ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം എത്രയാണോ എന്താണോ അത് മനസ്സിലാക്കി അവന് മുന്നോട്ട് പോകാൻ പറ്റും. കൃതകൃത്യത. മറ്റേത് അതല്ല. കാരണം എന്തുകൊണ്ടാണ്? തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമല്ല മറ്റൊരാളിൽ കുടികൊള്ളുന്നത് എന്നുള്ള അജ്ഞാനമാണ് അവനെ ഈ സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും ആ സ്വാർത്ഥത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ വളർന്ന് കൃതകൃത്യരായി ഈ മനുഷ്യജന്മം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിക്കണം. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.